ഹലോ, വെൽക്കം ടു റീനസ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റീനസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ ആക്ഷൻ ആയിട്ടുള്ള റീടച്ചിങ് AI ആക്ഷൻ 2025. ആദ്യം ആക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ലോഡ് ആക്ഷൻ കൊടുക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ച ഫോൾഡറിൽ നിന്ന് ആക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ വെർഷനാണ്. ഇത് 2.6 ആണ്. സാധാരണ ആക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മോഡായിരിക്കും. ഈ മോഡ് സാധാരണ ഉപയോഗിക്കേണ്ടത് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. യൂസ് കേസിൽ വരുമ്പോൾ ബട്ടൺ മോഡാണ് ഉപയോഗിക്കുക. ബട്ടൺ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ആക്ഷൻസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മുടെ ആക്ഷൻ സെറ്റിനെ പല ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് ലേയേഴ്സ് ആണ്. റീടച്ചിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട വിഷ്വൽ എയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലേയേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പ് ലേയേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ബേസിക് ചെക്ക് ലേയേഴ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ലേയേഴ്സ്, അതുപോലെ തന്നെ ഇൻവേർട്സ് ചെക്ക് ലേയേഴ്സ്, കളർ ചെക്ക് ലേയേഴ്സ്, സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെന്റ് ലേയേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെക്ക് ലേയേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഞാൻ വഴിയെ പറയാം. അടുത്തത് റീടച്ചിങ് സെറ്റാണ്. ഇതിനകത്ത് ആദ്യമേ നമ്മൾ ഓപ്പൺ ACR അഡോബ് ക്യാമറ റോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്ലീൻ അപ്പ് ആക്ഷൻ ഉണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഐ ബ്രൈറ്റനിങ്, കണ്ണ് ബ്രൈറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ടീത്ത് വൈറ്റനിങ്, പല്ല് വൈറ്റൻ ചെയ്യാനുള്ളത്. പിന്നെ നോർമൽ ഫ്രീക്വൻസി സെപ്പറേഷൻ ആക്ഷൻ ഉണ്ട്. അടുത്തതായിട്ടാണ് നമ്മളുടെ ഈ സെറ്റിനകത്ത് തന്നെയുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ, അതായത് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെപ്പറേഷൻ AI ആക്ഷൻ. അടുത്തത് ഡോഡ്ജിങ് ആൻഡ് ബേണിംഗ് സെറ്റാണ്. ഇതിനകത്ത് നമ്മളൊരു ഓട്ടോ ഡോഡ്ജ് ആൻഡ് ബേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോഡ്ജ് ആൻഡ് ബേണിൻ്റെ കർവ് ലെയർ മെത്തേഡും അതുപോലെ തന്നെ 50% ഗ്രേ ലെയർ മെത്തേഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോഡ്ജിങ് ആൻഡ് ബേണിംഗ് മാനുവലായിട്ട് ചെയ്യുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലുമിനോസിറ്റി മാസ്കിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ലുമിനോസിറ്റി മാസ്കിങ്ങിനകത്ത് 18 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോണൽ സോണുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുമിനോസിറ്റി മാസ്കിംഗ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റ് സ്കിന്നാണ്. സ്കിന്നിനകത്ത് ക്വിക്ക് സ്കിൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രീക്വൻസി സെപ്പറേഷൻ ആക്ഷൻ പോലെ തന്നെ ഉള്ള ഒരു ആക്ഷനാണ്. ബട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് സ്കിൻ സ്മൂത്തനിങ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൂടിയാണ് ഇത്. സ്കിന്നിനകത്തുള്ള അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്കിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷനാണ്. അത് കഴിഞ്ഞ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഫേസിനകത്തെയും ലിപ്പിനകത്തെയും സ്കിന്ന് അല്ലെങ്കിൽ കളറുകൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ആക്ഷൻ ഇതിനകത്തുള്ളത് സ്കിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈസി ആയിട്ട് സ്കിന്ന് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സെറ്റ് ഫൈനലൈസ് സെറ്റാണ്. ഇതിനകത്ത് ലിക്വിഫൈ ചെയ്യാനുള്ള ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ലിക്വിഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ACR പോലെ തന്നെ ഉള്ള ഒരു ആക്ഷനാണ് ഓപ്പൺ ലിക്വിഫൈ ആക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫൈനൽ ഷാർപ്പൻ ആണ്. എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണലി ഷാർപ്പൻ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന സെറ്റാണ് ഇത്. ആൻഡ് ഇൻസ്റ്റ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ക്രോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആക്ഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിട്ടുള്ള 4:5 സ്ക്വയർ റേഷ്യോ അതുപോലെ തന്നെ സ്റ്റോറി റേഷ്യോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 26 വ്യത്യസ്തമായിട്ടുള്ള ആക്ഷനുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 21 വർക്കിംഗ് ആക്ഷനും 5 ഹെൽപ്പ് ലെയർ ആക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 6 സെറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.